നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രതയോടെ ഇരിക്കാൻ നാവികസേനയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ അതായത് വ്യോമ, കര, നാവികസേനകൾ 3 സേനകളും സേനാ ത്രിമൂർത്തികൾ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ അതിശക്തമായ ആക്രമണത്തിന്. സേന ആർട്ടിലറി ഷെല്ലിംഗ് തുടങ്ങി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നിയന്ത്രണ രേഖയിൽ കരസേന നടപടി, പാകിസ്ഥാന് മറുപടി പാകിസ്ഥാൻ അതേ അർത്ഥത്തിൽ മറുപടി കൊടുക്കുകയാണ്. പാകിസ്ഥാൻ മറുപടി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് രാവിലെ ഇന്ന് വാർത്താസമ്മേളനത്തിലടക്കം പറഞ്ഞതുപോലെ അതേ ഡൊമൈനിലും അതേ ഇന്റൻസിറ്റിയിലുമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു പടി മുന്നിൽ നിൽക്കും എന്ന തർക്കം വേണ്ട. അത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ എസ്കലേഷനിലേക്ക് നമ്മുടെ രാജ്യം കൊണ്ടുപോകുന്നതാണ്. നമ്മളെപ്പോഴും ക്ഷമയുടെ ഭാഗം സ്വീകരിച്ചവരാണ്. ആ ക്ഷമയെ ചോദ്യം ചെയ്യലായിരുന്നു പാകിസ്ഥാൻ ഈ രാത്രി ചെയ്തത്. പോയ രാത്രി ചെയ്തതിന് അല്ലെങ്കിൽ പോയ രാത്രി ചെയ്ത അവിവേകത്തിന്, അങ്ങേയറ്റം അബദ്ധത്തിന് രാജ്യം മറുപടി കൊടുത്ത ഒരു പകലാണ് കടന്നുപോയത്. അവരുടെ 2 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കി. ചൈന കൊടുത്ത HQ-16 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലാതാക്കിയതാണ്. അതുകൊണ്ടും പഠിക്കുന്നില്ല. എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. പാകിസ്ഥാൻ അവിടെ നിന്ന് അയച്ച മഴ പോലെ അയച്ച സകല ഡ്രോണുകളും ജമ്മുവിന്റെ ആകാശത്ത്, ജയ്സാൽമീറിന്റെ ആകാശത്ത്, രാജസ്ഥാന്റെ ആകാശത്തടക്കം എല്ലാം വെടിവെച്ചിട്ടിരിക്കുന്നു. കരസേന സജ്ജമായിരിക്കുന്നു. 3 സേനകളും ഇപ്പോൾ